Hi friends, welcome to my recipe corner. അപ്പോൾ ഇന്നൊരു സിമ്പിൾ ടേസ്റ്റി സ്നാക്കാണ് ബ്രെഡ് പക്കോടയാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഉള്ളതിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് പക്കോട, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഷേപ്പ് വെച്ചിട്ട് ബ്രെഡ് ബോണ്ട എന്നും പറയാം. അപ്പോൾ വെറും 10 മിനിറ്റിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇനി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീറ്റ് ബ്രെഡ് വേണേലും എടുക്കാം. ഇനി ഈ ബ്രെഡ് ചെറിയ ചെറിയ പീസായിട്ട് ഒന്നങ്ങ് മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ ചേർക്കാണ്. ഒരു ചെറിയ സവാള ചെറുതായി മുറിച്ചത്, ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഈ പച്ചക്കറികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം കേട്ടോ, ഒന്നും ഒരു നിർബന്ധമില്ല. അപ്പോൾ സവാള മാത്രം ചേർത്താലും മതി. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക് മുറിച്ചത്. അപ്പോൾ കാബേജ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇല്ലെങ്കിൽ ചെറിയൊരു തക്കാളി ഒന്നങ്ങ് മിക്സറിൽ അരച്ച് ചേർത്താലും മതി. ഇനി 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി. അപ്പോൾ കടലപ്പൊടിക്ക് പകരം വേണേൽ ഗോതമ്പ് പൊടിയും ചേർക്കാം കേട്ടോ. ഇനി കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇപ്പൊ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി ആണെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി കുറേശ്ശെ വെള്ളം തളിച്ച് ഒന്നങ്ങ് കുഴച്ചെടുക്കാം. ഇപ്പൊ ഒരുപാട് ലൂസ് ആവരുത്, ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവം മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുവാണേ. അപ്പോൾ ഇതൊരു കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ഇഷ്ടമുള്ള സൈസിലോ ഷേപ്പിലോ ഒക്കെ ആക്കി എണ്ണയിലിട്ട് വറുത്തു വരാം. അപ്പം ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്നങ്ങ് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രെഡ് പക്കോടയാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.